Hi everyone, welcome to Commerce World. Calicut University 3rd semester MCom Research Methodology എന്ന സബ്ജക്റ്റ് നെക്സ്റ്റ് മൊഡ്യൂളിലത്തെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നെക്സ്റ്റ് മൊഡ്യൂൾ ആണ് സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ആണ് സർവേ എന്നുള്ളത്. സോ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ദെൻ അതിന്റെ ടൈപ്സ് ആണ്. ടൈപ്സ് എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷണൽ സർവേ വരുന്നുണ്ട്, രജിസ്ട്രേഷണൽ സർവേ വരുന്നുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. അതിന് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതും കൂടി നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് സർവേ. മെത്തേഡ്സ് ഓഫ് സർവേയിൽ തന്നെ സെൻസസ് വരുന്നുണ്ട്, സാമ്പിൾ മെത്തേഡ്സും വരുന്നുണ്ട്. അതിന്റെ മെറിറ്റ്സ് നോക്കുക, ഡിമെറിറ്റ്സും നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സാമ്പിളിംഗ് തിയറി ആണ്. സാമ്പിളിംഗ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ദെൻ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗിൽ നിങ്ങൾക്ക് വരുന്നതാണ് രണ്ടെണ്ണം, പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് നോക്കുക. ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അതിന് നമ്മൾ സിമ്പിൾ ദെൻ റിസ്ട്രിക്റ്റഡ് എന്നാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ സിമ്പിളിൽ കുറച്ച് വരുന്നുണ്ട് നമുക്കൊക്കെ. സിമ്പിളിൽ തന്നെ നമുക്ക് ലോട്ടറി മെത്തേഡ്, റാൻഡം നമ്പർ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഇതിൽ റിസ്ട്രിക്റ്റഡ് സാമ്പിളിംഗിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതാണ് സ്റ്റാരിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, റാൻഡം റോഡ് സാമ്പിളിംഗ് എന്നുള്ളതൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് തയ്ച്ച് 2 വെയിറ്റേജിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് കൂടിയാണ്. ഓക്കെ, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് ഓരോന്നിലും പറയുന്നുണ്ട്, അത് നോക്കുക. അതേപോലെ തന്നെ അതിന്റെ ഡിഫറൻസസ് പറയുന്നുണ്ട്. ക്ലസ്റ്റർ സാമ്പിളിംഗും സ്റ്റാരിഫൈഡ് സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും തമ്മിലുള്ള ഡിഫറൻസും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. അതിന്റെ ടൈപ്സ് ഉണ്ട്, ലൈക്ക് നമ്മുടെ ആക്സിഡൻഷ്യൽ സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, ദെൻ പെർപസ്യൂവർ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്, ദെൻ കൺവീനിയൻസ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, സെൽഫ് സെലക്ഷൻ എന്നുള്ളതിൽ സ്നോബോൾ സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ് എന്നുള്ളതൊക്കെ 2 വെയിറ്റേജിന് നിങ്ങൾക്ക് വരുന്നതാണ്. അതിന്റെ മെറിറ്റ്സും പറയുന്നുണ്ട്, അതിന്റെ ഡിമെറിറ്റ്സും പറയുന്നുണ്ട്, അതും നോക്കുക. ദെൻ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ്. ഓക്കെ, ഒരു സാമ്പിളിംഗിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ക്രൈറ്റീരിയ ഫോർ സെലക്ടിംഗ് സാമ്പിളിംഗ് പ്രൊസീജിയർ ഓർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സാമ്പിൾ സൈസ് എന്നുള്ളതാണ്. അതിന്റെ പോയിന്റ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പോയിന്റ്സ് പഠിക്കുക. അതിന്റെ ഉള്ളിലുള്ളത്, അതായത് എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നിങ്ങൾക്കിതിൽ ഈ മീൻ, മീഡിയൻ, മോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ലൈക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് നമ്മളുടെ ക്യൂട്ടിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊഡ്യൂൾ 1 അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടായിരുന്നു, അതായത് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ഡിഫറെന്റ് സാമ്പിൾ സൈസിന്റെ ബേസിസിൽ വരുന്നതാണ്. ഓക്കെ, സാമ്പിളിന്റെ ബേസിസിൽ നമ്മൾ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യില്ല, സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഒപ്റ്റിമം സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സാമ്പിളിംഗ് ബയാസ്. ഓക്കെ, സാമ്പിളിംഗ് ബയാസിൽ തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ബയാസും സാമ്പിളിംഗ് എറേഴ്സും വരുന്നുണ്ട്. ആ സിസ്റ്റമാറ്റിക് ബയാസിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്, അതൊക്കെ നോക്കുക. ദെൻ ഒരു 5 ഉള്ളൂ, ഒക്കെ കുഞ്ഞുതാണ്. ഓക്കെ, ദെൻ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ട്. ബേസ്ഡും എന്നാൽ അൺബേസ്ഡ് എറേഴ്സ് വരുന്നുണ്ട്. ആ ബേസ്ഡ് എറേഴ്സും അൺബേസ്ഡ് എറേഴ്സും എന്താണെന്നുള്ളത് നോക്കുക. ആ ബയസസ് വരാനുള്ള കോസസും പറയുന്നുണ്ട്, അതും നോക്കുക. ഓക്കെ, ദെൻ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇതിൽ നോക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.